നമുക്ക് നേരെ ഡൽഹിയിലേക്കൊന്ന് പോകാം. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാലും ഈ ലീഗിനെ പറ്റി പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഈ സമുദായ സ്നേഹത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ മതേതര മുഖമുള്ള അത്തരത്തിലൊക്കെ ആ രീതിയിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ എന്നും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഇതൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങി ഈ കോൺഗ്രസിന്റെ ഒരു ഒത്താശയോടുകൂടി ഒരു സീറ്റൊക്കെ അങ്ങ് ഉറപ്പിക്കുന്നു. അതിനുശേഷം കേന്ദ്രത്തിലെത്തിയതിനു ശേഷം ഈ കേന്ദ്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന ആളാണ് ഈ അഹമ്മദ് എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിലെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ പാകിസ്ഥാനെ കൈമാറുകയായിരുന്നു. അപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. അപ്പോൾ കാലാകാലങ്ങളായി കോൺഗ്രസും ലീഗും ഒക്കെ ചേർന്ന് നമ്മുടെ ഭാരതത്തെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് വേണ്ടേ കരുതാൻ. എന്താണ് ഈ വെളിപ്പെടുത്തലിൽ നിന്നും കൂടുതൽ വ്യക്തമാകുന്ന വിവരങ്ങൾ ശ്രീകാന്ത്? മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ലീഗ് ഈ വിഷയത്തിൽ ഇനി മറുപടി പറയാതെ ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഏതെങ്കിലും തരത്തിൽ ലീഗ് ഈ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്നാൽ ഉറപ്പായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട രേഖകൾ, നോട്ടുകൾ അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ജനം ടിവിയും നിർബന്ധിതരാകും. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയുമായ ഇ അഹമ്മദ് ഈ കേസിൽ ഇടപെട്ടതിൻ്റെ, ഈ കൊടും ഭീകരരുമായും പാകിസ്ഥാനും ISIയുമായും അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമടക്കം തെളിയിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കൈവശമുള്ള കുറിപ്പുകൾ അത് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം നമ്മൾ തുടരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 2, അദ്ദേഹം ഓഫ് റെക്കോർഡായി ഞങ്ങളോട് ഇറങ്ങാൻ നേരം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് പറയുകയാണ്. അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല, ഓഫ് റെക്കോർഡായാണ് പറഞ്ഞത്. മാധ്യമപ്രവർത്തകരോട് സാധാരണഗതിയിൽ ചില തന്ത്രപ്രധാനമായ കാര്യങ്ങൾ, അത് കേസുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ അല്ലെങ്കിൽ നയതന്ത്രപരമായുമൊക്കെ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ ഓഫ് റെക്കോർഡായി പറയാറുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു വിവരമാണ് ആസിഫ് അലി സർദാരിയുമായി ഈ അഹമ്മദിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ 2008 ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത്, മുംബൈ ആക്രമണം നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നോട്ടുണ്ട്, അത് നോട്ടെത്തിയത് എന്നാണ് ഈ വ്യക്തി RVS മണി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി 2, അവിടുത്തെ ISIയുടെ ചാരസംഘടനയുടെ തലവൻ DG ഡയറക്ടർ ജനറൽ അഹമ്മദ് ഷൂജ പാഷ, ഇയാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാളുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ അഹമ്മദിനെ പോലെ ഒരു വ്യക്തി ആ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്തു കൂട്ടിയിരിക്കും എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കൂ. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്, നിങ്ങൾ ജയിപ്പിച്ചു വിട്ട വ്യക്തി പാകിസ്ഥാന് വേണ്ടി പണിയെടുത്തു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജനം ടിവിയോട്. നാളെ രാവിലെ 8 മണിക്ക് നേഷൻ ഫസ്റ്റിൽ ഈ ഇന്റർവ്യൂവിൻ്റെ പൂർണ്ണമായ രൂപം ജനം TV പുറത്തുവിടും. അതിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തത് കൂടാതെയുള്ള സ്ഫോടനാത്മകമായ വിവരങ്ങളുണ്ട് എന്നതാണ് ജനം TV ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താനും ഉള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ലീഗിനെ ചോദ്യം ചെയ്തു തുടങ്ങേണ്ട സാഹചര്യമാണ്. ഒരു ആഭ്യന്തര അണ്ടർ സെക്രട്ടറി തന്നെ പറയുകയാണ്, മന്ത്രാലയത്തിൽ രേഖകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ലീഗ് നടത്തിയത് ഒറ്റുകാരൻ്റെ പണിയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നിപ്പോൾ കേരളത്തിൽ VD സതീശൻ സർക്കാരിൽ നിർണായക റോളിലുള്ളത് മുസ്ലിം ലീഗാണ്. കേരളത്തിലെ പാവപ്പെട്ട ഹിന്ദു സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട ഇതൊന്നും അറിയാത്ത ആളുകൾ അവരെ വിശ്വസിച്ചാണ് വോട്ട് ചെയ്തതും വിജയിപ്പിച്ചതും. അപ്പോഴാണ് RVS മണി ഗുരുതരമായ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ലീഗിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത സംഘടനയായി തന്നെ വേണം കരുതാൻ, ജാഗ്രതയോടെ വേണം ലീഗ് നേതാക്കളെ സമീപിക്കാൻ എന്നും ഈ സാഹചര്യം വെളിപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്, ഹിന്ദു ഭീകരവാദം എന്നത് കോൺഗ്രസിന്റെ സൃഷ്ടിയാണെന്ന് RVS മണി പറയുന്നു. ഹിന്ദു ഭീകരവാദം എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ അത് സ്ഥാപിച്ച് എടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയതും ഇയാളാണെന്ന് RVS മണി വ്യക്തമാക്കുന്നു. 2010 ജൂലൈയിൽ ഹിന്ദു ഭീകരവാദം എന്ന പദം സർക്കാർ രേഖകളിൽ ഇടം നേടി എന്നും RVS മണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ സുശീൽ കുമാർ ഷിൻഡയും P ചിദംബരവുമാണെന്നും
RVS മണി പറയുന്നു. ശ്രീകാന്ത്, നമുക്ക് ഈ കിട്ടിയ ഒരു അഹമ്മദ് ടിപ്പ് അന്തരിച്ചെങ്കിലും അന്ന് അദ്ദേഹം നടത്തിയ ഈ അവിശുദ്ധ ഇടപാടുകളെ കുറിച്ചും ചാരബന്ധങ്ങളെ കുറിച്ചും ഒക്കെ ഇപ്പോഴത്തെ ലീഗ് നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നു എന്നൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമല്ലേ? കാരണം ഈ വിദേശ ബന്ധങ്ങളുടെ ഗുണഭോക്താക്കൾ പാർട്ടിയിലെ മറ്റു ഉന്നത നേതാക്കൾ കൂടിയാണോ? ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം വന്നാൽ നിലവിൽ ആരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ശ്രീകാന്ത്, എന്താണ് അനുമാനം? ലീഗ് നേതാക്കൾക്കോ ലീഗിന്റെയോ മറ്റ് വിവരങ്ങൾ, വിശദാംശങ്ങൾ ഈ ആഭ്യന്തര അണ്ടർ സെക്രട്ടറിക്ക് അറിയില്ല. കാരണം നമുക്ക് കിട്ടിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ വളരെ കൃത്യമായി സത്യസന്ധമായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത. നമുക്ക് കിട്ടിയ ഇൻപുട്ട്, നമുക്ക് കിട്ടിയ ബൈറ്റിൽ ഈ അഹമ്മദിന്റെ പേര് പറയാതെ മലപ്പുറത്ത് നിന്നുള്ള IUML-ന്റെ അന്നത്തെ MOS എന്നാണ് പറഞ്ഞത്. അത് ഈ അഹമ്മദ് അല്ലാതെ മറ്റാരുമല്ല. ഈ അഹമ്മദ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പിന്നെന്തിനു ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ ഈ അഹമ്മദിന്റെ പേരും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം മരിച്ചുപോയതിനാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ലീഗിന്റെ മറ്റാളുകൾക്ക് അറിയാമോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് ഇന്നത്തെ ലീഗ് നേതൃത്വമാണ്. ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ തീരൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കേരളത്തിലെ യുവജന സംഘടനകൾക്ക് ലീഗിനെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. എന്തായാലും ലീഗ് നേതൃത്വത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. കേവലം ആരോപണമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അതിന്റെ തെളിവുണ്ടെന്നാണ് RVS മണി പറയുന്നത്. രാഹുൽ ശിവശങ്കർ എന്ന ദേശീയ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ ഒരു വിവരാവകാശ പ്രകാരം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും കൃത്യമായ ഒരു വിവരം കിട്ടിയിരുന്നു. ഹിന്ദു ഭീകരവാദം എന്നാണ് കോയിൻ ചെയ്ത് സർക്കാർ രേഖകളിൽ ഇടം പിടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ 2010 ജൂലൈയിലാണ് എന്ന് അദ്ദേഹത്തിന് മറുപടി കിട്ടി എന്ന് RVS മണി പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മളും ഒരു ശ്രമം നടത്തും. ഈ അഹമ്മദിനെതിരായ നോട്ട് അതിലെന്താണ് കൂടുതലായി പറഞ്ഞിരിക്കുന്നത്, എന്തിടപെടലാണ് ഈ അഹമ്മദ് നടത്തിയത് എന്നൊരു ചോദ്യം നമ്മൾ എന്തായാലും ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപാകെ വയ്ക്കും. അത് വിവരാവകാശ പ്രകാരം തന്നെ വയ്ക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മറ്റൊരു പോംവഴി കൂടിയുണ്ട്. നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളുണ്ട് കേരളത്തിൽ നിന്നും. അതിൽ BJP-യുടേതടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്. സഭയിൽ അവർ ഈ കാര്യം ചോദിച്ചാൽ മറുപടി നൽകാതിരിക്കാനാകില്ല. എന്ത് വില കൊടുത്തും ലീഗിനെതിരായ ഈ അഹമ്മദിനെതിരായ ആ വിവരം, ആ സ്ഫോടനാത്മകമായ വിവരം നമ്മൾ പുറത്തു കൊണ്ടുവരും. ലീഗിന്റെ മുഖം മൂടി നമ്മൾ അഴിച്ചിടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജനം TV ഈ വാർത്തയുടെ പിന്നാലെയുണ്ട്. ഏത് മാധ്യമ സ്ഥാപനം ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ജനം TV ഈ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കും. അതിൽ ഏതറ്റം വരെയും പോകും. നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയ വാക്കാണ്, നേഷൻ ഫസ്റ്റിലൂടെ നൽകിയ വാക്കാണ്. ഈ RVS മണിയുടെ പ്രതികരണം നമ്മൾ പ്രേക്ഷകർക്ക് മുൻപാകെ എത്തിക്കും എന്നുള്ളത്. അത് നമ്മൾ പാലിച്ചു. ഈ പറഞ്ഞതും നമ്മൾ പാലിച്ചിരിക്കും. അക്കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നാളത്തെ നേഷൻ ഫസ്റ്റ് പ്രിയ പ്രേക്ഷകർ മറക്കാതെ കാണുക. ഈ RVS മണിയുടെ പൂർണ്ണ ഇന്റർവ്യൂവിന്റെ പൂർണ്ണ രൂപം നാളെ ജനം TV-യിൽ ഉണ്ടാകും. നേഷൻ ഫസ്റ്റിന്റെ സമയത്ത് 8 മണിക്ക് ഉണ്ടാകും. സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ ധാരാളം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം അടിവരയിട്ട് പറയാം അശ്വതി, ജനം TV-യോട് ഇതുവരെ പറയാത്ത ലീഗുമായി ബന്ധപ്പെട്ട, കേരളവുമായി ബന്ധപ്പെട്ട കാര്യം RVS മണി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വ്യക്തവും സ്പഷ്ടവുമായാണ് അദ്ദേഹം പറയുന്നത്. തെളിവുകളടക്കമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിച്ചത്. എന്തായാലും ഒരു കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് അദ്ദേഹം എത്രത്തോളം ആ പദവി ദുരുപയോഗം ചെയ്തു, രാജ്യസുരക്ഷയെ ഒറ്റിക്കൊടുത്തു. ഒപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മലപ്പുറം അത് എപ്പോഴും ലീഗിന്റെ കോട്ടയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലീഗിന്റെ കോട്ടയിലേക്ക് വലിയ രീതിയിൽ വിദേശ ഫണ്ടിങ് എത്താറുണ്ട് എല്ലാ തവണയും. ആ വിദേശ ഫണ്ടിങ് ഇത്തരത്തിലുള്ള വിദേശചാര സംഘടനയുമായി ബന്ധപ്പെട്ട രാജ്യത്തിനെ ഒറ്റക്കെടുക്കുന്നതിന് പ്രതിഫലമായിട്ടാണോ ലീഗിന് ഇത്തരം തുക അല്ലെങ്കിൽ ഇത്തരം ഫണ്ടിങ് എത്തുന്നത് എന്ന നിർണായക ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്.